ഞങ്ങളുടെ 4-ാം ദിവസത്തെ വിശേഷങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ ലൈറ്റായിട്ടുള്ള ട്രഡീഷണൽ സ്വിസ് ബ്രേക്ക്ഫാസ്റ്റ്, ഓർ മേ ബി ട്രഡീഷണൽ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. ബ്രെഡ്, മുട്ട, ബട്ടർ, ചീസ്, കോൺഫ്ലേക്സ്, ഓട്സ്, വേറെ ഓപ്ഷൻസ്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡൊക്കെ ഉണ്ട് കേട്ടോ, ഹോൾ വീറ്റ്, ഹോൾ ഗ്രെയിൻസ് ഒക്കെ. പിന്നെ കോഫി, ടീ, ജ്യൂസസ്, അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസൊക്കെ കഴിച്ച് ഞങ്ങൾ ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോവാണ്. യുംഫ്രോ റോഷ്. രാവിലെ ഒരു 8 മണി ആയിട്ടേ ഉള്ളൂ. ആരുമില്ല വെളിയിൽ. ഇന്ന് സൺഡേയും കൂടെയാണ് കേട്ടോ, അതുകൊണ്ടുകൂടി ആവാം. ഇവിടെ നിന്ന് 40 മിനിറ്റ് ഉണ്ട് നമുക്ക് ഇന്റർലാക്കൻ ഓയസ്റ്റിലെത്താൻ. അവിടെ എത്തിയിട്ട് വേണം യുംഫ്രോ റോഷിലേക്ക് പോകാനായിട്ട്. ഗസ്വലിൽ നിന്നുള്ള ബസ്സിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടിയെങ്കിലും നമ്മൾ പിന്നീട് ഇന്റർലാക്കനിലേക്ക് കയറിയ ബസ്സിൽ സീറ്റ് കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ ബസ്സിലൊക്കെ നല്ല വൃത്തിയായതുകൊണ്ട് അപ്പം മൂലം താഴെ തന്നെ അങ്ങിരുന്നു. ശരിക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ഒരു മസ്റ്റ് വിസിറ്റ് സെൻ്ററാണ് കേട്ടോ ഇന്റർലാക്കൻ. ഇവിടെ പാരാഗ്ലൈഡിങ്ങും വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ഗ്രിൻഡൽവാൾഡ് ടെർമിനലിലേക്കാണ്. ഇന്റർലാക്കൻ എന്നുള്ള ട്രെയിൻ സ്വിറ്റ്സർലൻഡിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടുകളിലൊന്നാണ് ഇത് എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ച് കവിതയൊക്കെ എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ എഴുതിപ്പോവും, ഒന്നും പറയാൻ പറ്റില്ല. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഈ റൂട്ടിൽ ഒരു സൈഡിൽ റോഡും മറ്റൊരു സൈഡിൽ ഒരു ചെറിയ നദിയുമാണ്. അപ്പം നമ്മളിരുന്ന സൈഡിൽ റോഡായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അപ്പുറ സൈഡിൽ ഇരിക്കുകയുള്ളായിരുന്നു കേട്ടോ. ഈ റൂട്ടിൽ അധികം സ്റ്റോപ്പില്ല. ഇത് ശരിക്കും ആ റെയിൽ ട്രാക്ക് ആ നദിയെ ഫോളോ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ നിന്നും ഈഗർ എക്സ്പ്രസ്സിലാണ് മുകളിലേക്ക് പോകുന്നത്. ഈ ഏരിയയുടെ ഒരു ഫുൾ മാപ്പ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോവാം, എന്തൊക്കെ കാണാം, ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നത്, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളുടെ പാസ് സ്കാൻ ചെയ്തിട്ട് വേണം ഈഗർ എക്സ്പ്രസ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ട്. ഈഗർ എക്സ്പ്രസ് എന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഒരു ട്രെയിനാണ് പ്രതീക്ഷിച്ചത്. സ്വാഭാവികം, നമുക്കതാണല്ലോ ശീലം. ട്രെയിന് എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവം? ഇത് ഒരു കേബിൾ കാർ റൈഡാണ്. നേരത്തെ കേബിൾ കാർ റൈഡാണെന്ന് പറഞ്ഞ് മൗണ്ട് പിലാറ്റസിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി പോകുന്നതാണ്, റൈഡ് പോകാതെ അച്ഛനും മോനും. പിന്നെ ടോപ്പ് ഓഫ് യൂറോപ്പിൽ പോവാം, മഞ്ഞ് കാണാം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹത്തിന് പുറത്ത് രണ്ടുപേരും ഇതിൽ കയറാൻ തയ്യാറായി. പക്ഷെ വിചാരിച്ച പോലെ ചെറിയ കേബിൾ കാർ റൈഡല്ല, ഇത് സാമാന്യം വലിയ കേബിൾ കാറാണ്. അകത്ത് 10-20 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇത് ലോകത്തിലെ ഏറ്റവും ആധുനികമായ കേബിൾ കാറുകളിൽ ഒന്നാണ്. 15 മിനിറ്റ് കൊണ്ട് 6 കിലോമീറ്ററിലധികം സഞ്ചരിച്ച്
1400 മീറ്ററോളം കയറ്റം നമ്മൾ കയറുകയാണ്. നമുക്ക് താഴെ ഗ്രിൻഡൽവാൾഡിൻ്റെ ഗ്രാമം, ശരിക്കും ഒരു മിനിയേച്ചർ പെയിൻറ്റിങ്. 1100 ആണ്ടുകളിൽ സ്ഥാപിതമായ ഒരു ഗ്രാമമാണ് ഗ്രിൻഡൽവാൾഡ്. ഒരു കാലത്ത് വളരെ പീസ്ഫുള്ളായ ഒരു കാർഷിക ഗ്രാമമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അത് കാർഷിക ഗ്രാമമൊക്കെ തന്നെയാണ്. പക്ഷേ കൂടുതലും സ്കീയിങ്, ഹൈക്കിങ്, പിന്നെ ആൽപൈൻ ഗവേഷണങ്ങൾ, സാഹസികമായ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ അതൊക്കെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാറ്. ഈ യാത്രയിൽ ഉടനീളമുള്ള കാഴ്ചകൾ നമ്മളെ അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. മനോഹരമായ പർവ്വതനിരകൾ, പൈൻ മരങ്ങൾ, ഓരോ ഫ്രെയിമും ഓരോ ഫാൻറ്റസി പോലെ. ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിൽ നിന്ന് യുങ്ഫ്രോ റെയിലിലേക്ക് മാറുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ട്രാവൽ പാസ് അല്ലെങ്കിൽ യുങ്ഫ്രോ പാസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജേർണി ഇവിടെ വരെയുള്ളത് എല്ലാം കവേർഡാണ്. പക്ഷേ ഈ പോയിന്റിൽ നിന്നും യുങ്ഫ്രോ റോഷിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതിപ്പോൾ ഏത് ട്രാവൽ പാസ് ആണെങ്കിലും നമ്മൾ വേറൊരു ടിക്കറ്റ് എക്സ്ട്രാ ആയിട്ട് അത് മേടിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ട്രാവൽ പാസ് അനുസരിച്ച് ടിക്കറ്റിൽ സർട്ടൻ പെർസെൻറ്റേജ് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ യുങ്ഫ്രോ പാസ്സാണ് എടുത്തിരുന്നത്, കാരണം നമ്മൾ കൂടുതൽ ദിവസം ആ ഏരിയയിലായിരുന്നല്ലോ. 3 ദിവസത്തെ പാസ്സായിരുന്നു. അതുകൊണ്ട് നമുക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ടിക്കറ്റിൽ. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ടൈം ചോദിക്കും. നമ്മൾ പോകുന്ന ടൈം ഓക്കെ, ആ ടിക്കറ്റ് എടുക്കുന്നത് നെക്സ്റ്റ് അവൈലബിൾ ട്രെയിനിന് നമുക്ക് പോവാം. തിരിച്ചു വരുന്നത് എത്ര മണിക്കാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഗ്യാപ്പിൽ 3 മണിക്കൂർ എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ തിരക്കനുസരിച്ച് അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ ഒരു 3-4 മണിക്കൂർ എങ്ങനെയായാലും എടുക്കും. ഞങ്ങൾ 2 മണിക്കൂറാണ് എടുത്തത്. ഇതിനൊരു ക്യാച്ച് ഉണ്ട്, അത് പിന്നീട് പറയാം. ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ യുങ്ഫ്രോ റെയിൽവേയുടെ ഇനിഷ്യേറ്ററായ അഡോൾഫ് ഗുയർ സെല്ലറുടെ ഒരു പ്രതിമയാണ്. അത് കിടന്ന് നമ്മളകത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ നമ്മളുടെ എക്സ്പീരിയൻസസിൻ്റെ ഒരു മാപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് ഡയറക്ഷനിൽ പോകണം, എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളത് ഒരു ഡിസ്കവറി ടൂർ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ യുങ്ഫ്രോ എക്സ്പീരിയൻസ് ഫുള്ളൊരു ഡിസ്കവറി ടൂർ. നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതൊക്കെ നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവസാനം നമ്മൾ മഞ്ഞിലെത്തി. ഏഴാണോ വെളിയിലോട്ട് പോകുന്നത്? ആ, ഇവിടെ വർഷത്തിൽ 365 ദിവസവും സ്നോ ഉണ്ട്. ഡിസ്കവറി ടൂറിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് 360 ഡിഗ്രി സിനിമയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഈ യുങ്ഫ്രോ മൗണ്ടൻ പല സീസണിൽ എങ്ങനെയാണ്, സമ്മറിൽ, വിൻ്ററിൽ, അല്ല ഹെവി സ്നോഫോൾ ഉള്ള സമയത്ത്, അതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഫിൻക്സ് ഒബ്സർവേറ്ററിയാണ്. ഇങ്ങനെ ഗ്ലാസ്സിന് ഉള്ളിൽ കൂടെ അല്ലാണ്ട് നമുക്ക് വ്യൂ പോയിന്റിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ അതിൽ കൂടെ നടക്കുമ്പോഴേക്കും നമുക്ക് മഞ്ഞ് വളരെ അടുത്ത് കാണാൻ പറ്റും. അവിടെ വെച്ച് തൊടാൻ പറ്റില്ല. ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ ഈ ഐസായിട്ട് മെൽറ്റ് ചെയ്യുന്ന ഒരു പരുവത്തിലാണ്. ഭയങ്കര കട്ടിയായിട്ടുള്ള മഞ്ഞാണ് അവിടെയുള്ളത്. ഇവിടെ നമുക്ക് വെളിയിൽ ഇങ്ങനെ നടക്കാനുള്ള ഏരിയ ഉണ്ട്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്നത്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ കുറേ നേരം സ്റ്റെപ്പിൽ ക്യൂ നിന്നു. അത് കഴിഞ്ഞ് താഴെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ക്യൂ നിന്നു.
സ്നോ ഏരിയയിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി. അതൊരു ആൽപൈൻ എക്സ്പീരിയൻസ് എന്ന് പേരുള്ളൊരു സെക്ഷനാണ്. ഇവിടെ ഒരു ആൽപ്സ് മലനിരകളിലെ ജീവിതം എങ്ങനെയാണ് എന്നുള്ള ചെറിയ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വല്ലതൊന്നുമല്ല, ഒരു സ്നോ ഗ്ലോബാണ്. ഒക്കെ ഇതിൻ്റെ ചെറിയ വേർഷൻസ് കണ്ടിട്ടുണ്ട്. ഇതൊരു വലിയ സ്നോ ഗ്ലോബാണ്. അപ്പോൾ ഒരു സ്നോ ഗ്ലോബിനകത്ത് ഒരു ആൽപ്സ് വില്ലേജ് മനോഹരമായിട്ട് അവർ റിക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. We are in Jungfrau, Switzerland. I think it was. Okay, and as you could see, there's a ice slide which I'm still waiting, and there's a lot of snow. ഇതിലുള്ള നെക്സ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഐസ് പാലസ് ആണ്. തറയും ഭിത്തികളും മേൽക്കൂരയൊക്കെ ഐസിൽ പണിതിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ്, ഒരു മ്യൂസിയമാണിത്. ഇതിൻ്റെ സൈഡിൽസിൽ ചില ഭാഗങ്ങളിൽ റെയിൽസ് ഉണ്ട്. നമ്മളല്ലെങ്കിൽ നടക്കുമ്പോൾ തെന്നാൻ സാധ്യതയുള്ളതുണ്ട്. സൈഡിൽ റെയിലുണ്ട്, നമുക്കത് പിടിച്ച് നടക്കാം. പക്ഷേ റെയിലിൽ തൊടുമ്പോൾ നല്ല തണുപ്പാണ്, സ്വാഭാവികം, കാരണം ഐസാണല്ലോ ചുറ്റും. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യുങ്ഫ്രോ റെയിൽപാതയുടെ ചരിത്രമാണ്. ഇതിൻ്റെ ഐഡിയേറ്ററായ അഡോൾഫ് ഗുല്ലറുടെ ഒരു ഫുൾ സൈസ് പ്രതിമയാണുള്ളത്. പക്ഷേ ഇങ്ങനെ ശരീരം മഞ്ഞിൽ കവർ ചെയ്ത പോലെ ഉള്ള ഒരു പ്രതിമയാണത്. അദ്ദേഹം 1892 ഇങ്ങനെ ഒരു മൗണ്ടൻ റെയിൽവേയുടെ ഐഡിയ കൊണ്ടുവരികയും അത് ഗവൺമെൻറ്റിന് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ആ പ്ലാൻ അപ്രൂവ് ആക്കിയിട്ട് 1896 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നീണ്ട 16 വർഷങ്ങളെടുത്തു ഈ ഒരു റെയിൽപാത പൂർത്തിയാക്കാൻ. അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിലുള്ള പ്ലാനാണ് കേട്ടോ താഴെ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നീടുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഐസ് പാലസ് ആണ്. തറയും ചുമരുകളും സീലിങ്ങും എല്ലാം ഐസിൽ തീർത്ത ഒരു ഏരിയ. നമ്മൾ നടക്കുമ്പോൾ തെന്നാതിരിക്കാൻ സൈഡിൽ റെയിൽസ് ഉണ്ട്. പക്ഷേ ചുറ്റും ഐസായതുകൊണ്ട് റെയിൽസിനൊക്കെ നല്ല തണുപ്പാണ്. ഇവിടുത്തെ കാലാവസ്ഥയെപ്പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ തെർമൽസും ഗ്ലൗസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും സാമാന്യം നല്ല തണുപ്പാണ് കേട്ടോ. ഇടയ്ക്കിടെ ഐസിൽ തീർത്ത മനോഹരമായ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പാലസ് വിസിറ്റോടുകൂടി ഡിസ്കവറി ടൂറ് അവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ട്രെയിനിൽ ലോട്ടർബാണിലേക്ക് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ ഗ്രിൻഡൽവാൾഡിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ ലോട്ടർബാണിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. സ്വിറ്റ്സർലൻഡിലെ എല്ലാ ഗ്രാമങ്ങളും അതിമനോഹരമാണ്. പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറയാം. പോസ്റ്റ് കാർഡ് പോലെ, പെയിൻറ്റിങ് പോലെ വളരെ ശാന്തം. ഇത് റിയലാണ് എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം പലയിടവും. ഹൈക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്പോട്ടാണ് ലോട്ടർബ്രണ്ണൻ. അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുമുണ്ട്. ഇന്നത്തെ യുങ്ഫ്രോ വിസിറ്റ് കഴിഞ്ഞ് നമ്മൾ സാമാന്യം നല്ല ടയർഡായിരുന്നു. ഹൈക്കിങ്ങിന് പോയിട്ട് ഒരടി നടക്കാൻ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് ഇന്റർലാക്കനിലേക്ക് പോകാനും വഴിയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും തീരുമാനിച്ചു. ഇടയ്ക്ക് എവിടെയെങ്കിലും നല്ല സ്പോട്ട് കണ്ടാൽ ഇറങ്ങാം എന്ന് തീരുമാനിച്ചാണ് ട്രെയിനിൽ കയറിയത്. അങ്ങനെ മറ്റൊരു മനോഹരമായ ദിവസം കൂടി അവസാനിച്ചിരിക്കുന്നു. ഇനി നാളെ ഞങ്ങൾ ഗ്രിൻഡൽവാൾഡിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ വിശേഷങ്ങൾ വരും വീഡിയോയിൽ. സ്റ്റേ ട്യൂൺഡ്.